A+2 സ്വാഗതം. ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു എപ്പിസോഡാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയിൽ ചേരാനുള്ള അവസാന അവസരം ഈ മാസം 31-ാം തീയതിയാണ്. അതിനുള്ളിൽ ഈ പദ്ധതിയിൽ അംഗത്വമെടുത്താൽ അടുത്ത 2 വർഷത്തേക്ക് അക്കൗണ്ട് തുടരാൻ കഴിയുന്ന ഈ പദ്ധതി വളരെയധികം ഗുണം ചെയ്യുന്നതായതുകൊണ്ട് അതൊരു പ്രത്യേക എപ്പിസോഡായി അവതരിപ്പിക്കുകയാണ്. 2023 ഏപ്രിൽ 1-നാണ് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് അഥവാ MSSC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പദ്ധതിയുടെ കാലാവധിയാണ് ഈ മാസം 31-ന് അവസാനിക്കുന്നത്. 2 വർഷം കൂടി നീട്ടും എന്നുള്ള കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനകം നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് തുക പലിശ സഹിതം ഏപ്രിൽ മുതൽ നൽകി തുടങ്ങുകയാണ്. ഇത് വനിതകൾക്കും പെൺകുട്ടികൾക്കുമുള്ള ഒറ്റത്തവണ നിക്ഷേപ പദ്ധതിയാണെന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. ഇതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരൻറ്റിയുണ്ട്, സുരക്ഷിതത്വമുണ്ട്, നല്ല പലിശ നിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആകർഷണീയവുമാണ്. ഇതിൻ്റെ കുറഞ്ഞ നിക്ഷേപം 1000 രൂപ മാത്രമാണ്. പരമാവധി 2 ലക്ഷം രൂപ വരെയും നിക്ഷേപിക്കാം. 1000 രൂപ കഴിഞ്ഞാൽ 100ൻ്റെ ഗുണിതങ്ങളായിട്ടാണ് നിക്ഷേപിക്കാനുള്ളത്. ഓർക്കുക, 2 വർഷമാണ് ഇതിൻ്റെ കാലാവധി. ഇതിൽ ചേരാനുള്ള യോഗ്യത പ്രായപൂർത്തിയായ ഏതൊരു വനിതയ്ക്കും ഇതിൽ ചേരാൻ കഴിയും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ആണെങ്കിൽ മാതാപിതാക്കൾക്ക് ആ കുട്ടിയുടെ പേരിൽ ചേരുകയും ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടതുണ്ട്, ഈ പദ്ധതിയിൽ പ്രവാസികളായവർക്ക് ചേരാൻ കഴിയില്ല എന്നുള്ളതാണ്. നിലവിൽ ഇതിന് 7.5% പലിശ നിരക്ക്. 3 മാസത്തിൽ കൂട്ടുപലിശ കണക്കാക്കും എന്നതുകൊണ്ട് സാധാരണ നിക്ഷേപത്തെക്കാൾ കൂടുതൽ നേട്ടം ഈ പദ്ധതി മുഖേന ലഭിക്കും എന്നുള്ളതും ഈ പദ്ധതിയുടെ ആകർഷണീയതയാണ്. നിങ്ങൾ അറിയേണ്ടത് 2 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ 2 വർഷം കഴിയുമ്പോൾ പലിശ ഉൾപ്പെടെ ഏകദേശം 2,32,000 പരം രൂപ ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ ചേരുന്നത് തീർച്ചയായും സ്ത്രീകൾക്ക് പ്രയോജനം ചെയ്യും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. പോസ്റ്റ് ഓഫീസുകളിലും ബാങ്കുകളിലും ഈ അക്കൗണ്ട് തുടങ്ങാം. പാൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ തുടങ്ങിയവ ഉൾപ്പെടെ നൽകി KYC നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നിങ്ങൾക്കിതിൻ്റെ വിശദ വിവരങ്ങൾ അറിയണം എങ്കിൽ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി ഈ പദ്ധതിയുടെ പേര് നിങ്ങൾ പറഞ്ഞാൽ മതി. അറിയേണ്ട മറ്റ് ചില കാര്യം, കാലാവധിക്ക് മുമ്പ് ഇത് പിൻവലിക്കാൻ കഴിയുമോ? 2 വർഷത്തെ കാലാവധിയാണ്. എന്തെങ്കിലും സാമ്പത്തിക അത്യാവശ്യം വന്നാൽ നമുക്കിത് പിൻവലിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ചില കണ്ടീഷൻസ് ഉണ്ട്. അത് പ്രകാരം കാലാവധിക്ക് മുമ്പും നമുക്ക് പിൻവലിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതിയിൽ ചേർന്ന് 6 മാസത്തിനും 1 വർഷത്തിനും ഇടയിലാണ് നിങ്ങൾ തുക പിൻവലിക്കുന്നതെങ്കിൽ 5.5% മാത്രമേ പലിശ ലഭിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഈ പദ്ധതിയിൽ ചേരുന്ന വ്യക്തി മരണപ്പെടുകയോ മാരകമായ രോഗം ഏതെങ്കിലും ബാധിക്കുകയോ ചെയ്താൽ അക്കൗണ്ട് അവസാനിപ്പിക്കാനും കഴിയും എന്നുള്ളതാണ്. കുട്ടിക്ക് വേണ്ടി രക്ഷകർത്താവ് കുട്ടിയുടെ അക്കൗണ്ട് ആരംഭിക്കുന്ന രക്ഷകർത്താവ് മരണപ്പെട്ടാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. വാഗ്ദാനം ചെയ്ത 7.5% പലിശയും ആ തരത്തിലുള്ള ക്ലോസിങ്ങിൽ ലഭിക്കുകയും ചെയ്യും. അത് കുട്ടിയാണെങ്കിൽ മാത്രമാണ് എന്ന് ഓർക്കുക. കുട്ടികൾക്ക് വേണ്ടി രക്ഷകർത്താവ് ഈ അക്കൗണ്ട് തുടങ്ങുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇതൊരു ലഘു സമ്പാദ്യ പദ്ധതിയാണ് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ പലിശ നിരക്ക് ഇപ്പോൾ ചിലപ്പോൾ കുറച്ചേക്കും എന്ന ഒരു സൂചന വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും അതിൻ്റെ പ്രഖ്യാപനം അങ്ങനെ വന്നിട്ടില്ല. 3 മാസത്തിലൊരിക്കൽ ഇത്തരത്തിലെ ലഘു സമ്പാദ്യ പദ്ധതികളുടെ പലിശ പുതുക്കാറുണ്ട്. അത് പ്രകാരം ചിലപ്പോൾ മഹിളാ സമ്പാദ്യ പദ്ധതിയുടെ പലിശ നിരക്ക് കുറയ്ക്കുമോ എന്ന് സംശയം
ചിലർക്കുണ്ട്. പക്ഷേ അങ്ങനെ കരുതേണ്ടതില്ല. തീർച്ചയായും ഈ പെട്ടെന്ന് ഇതിൻ്റെ ആകർഷണീയത കുറയ്ക്കുന്നതിനു വേണ്ടി ഈ പലിശ നിരക്കിൽ കുറവ് വരുത്താനുള്ള സാധ്യത ഒട്ടുമില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഓർക്കണം, ഇത് ചേരാനുള്ള അവസാന തീയതി അടുത്തു വന്നിരിക്കുന്നത് കൊണ്ട് അതിനോട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത ബാങ്കിൽ പോയി വിശദ വിവരം നൽകി ചേരണം എന്നുള്ളതാണ്. 2 വർഷം 7.5% പലിശ നമുക്ക് കിട്ടും. അത് മാർച്ച് 31 മുമ്പ് തന്നെ ചേരേണ്ടതും ഉണ്ട്. പോസ്റ്റ് ഓഫീസിൽ നൽകിയാണ് ഈ അക്കൗണ്ടിൽ ഈ സേവിങ്സ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഉള്ളത്. ഈ നിക്ഷേപം നടത്തി 1 വർഷത്തിന് ശേഷം അക്കൗണ്ട് തുകയുടെ 40% നമുക്ക് പിൻവലിക്കാനും വ്യവസ്ഥയുണ്ടെന്നും കൂടി മനസ്സിലാക്കിയിരിക്കുക. ചേരാൻ താല്പര്യമുള്ളവരോട് ഒന്നും കൂടി ലാസ്റ്റ് ഡേറ്റ് ഓർമ്മിപ്പിക്കുന്നു. ഈ മാസം 31 ആയിരിക്കും.